മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾ ഏറെ സമയമെടുത്താണ് മുരിങ്ങൂർ കടന്നു പോകുന്നത്. ഇന്നലെ രാവിലെ എറണാകുളം ഭാഗത്തേക്കുള്ള റോഡിൽ ഏകദേശം 5 കിലോമീറ്ററുകളോളം നീളത്തിലാണ് വാഹനങ്ങളുടെ നീണ്ട നിര അനുഭവപ്പെട്ടത്. തിയോഫിൻ തൃശ്ശൂരിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. തിയോഫിൻ, എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഗതാഗതക്കുരുക്ക് കുറഞ്ഞിട്ടുണ്ടോ? യാത്ര സുഗമമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് നൽകാനുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഗതാഗതക്കുരുക്കില്ല. വളരെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ആ ഭാഗത്ത് മാത്രം അല്പം പതിയ വാഹനങ്ങൾ, അതായത് കുറച്ചധികം സമയമെടുത്ത് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം മാത്രമാണുള്ളത്. കാരണം ദിവസങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു സാഹചര്യം ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. മറ്റൊന്ന്, ഇന്നലെ തന്നെ ഈ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് ഇടപെട്ട് ഈ മുരിങ്ങൂർ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ഒരു സർവീസ് റോഡ് ഉണ്ടായിരുന്നു. ആ സർവീസ് റോഡ് കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉപയോഗിച്ച് അടച്ചിരിക്കുകയായിരുന്നു ദേശീയപാത അതോറിറ്റി. ചില കലുങ്ക് നിർമ്മാണത്തിൻ്റെ ഭാഗമായി അത് നിർമ്മാണമൊക്കെ നേരത്തെ പൂർത്തിയായതാണ്. പക്ഷേ അവിടെ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ കർശന നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നൽകുകയും ചെയ്തു. അതിനെ തുടർന്ന് ആ റോഡിലേക്ക്, ഈ ഡിവൈൻ നഗർ ഭാഗത്തു നിന്ന് വരുന്ന സർവീസ് റോഡ് കണക്ട് ചെയ്ത് പോകേണ്ടതാണ്. അവിടെ നിന്ന് വഴി തിരിച്ച് ദേശീയപാതയിലെ ഒരു ഭാഗത്തേക്ക് മാത്രം തിരിച്ചുവിടുന്നൊരു സംവിധാനമുണ്ടായിരുന്നു. അത് ക്രമീകരിച്ച് ദേശീയപാതയിലെ ബാക്കിയുള്ള ഭാഗത്തും ഒപ്പം ഈ സർവീസ് റോഡിലൂടെയും വാഹനം കടന്നു പോകാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. അതിനെ തുടർന്ന് അവിടെ വലിയ ഗതാഗതക്കുരുക്ക് ഇപ്പോൾ നിലവിലില്ല. എന്തായാലും ആശ്വാസകരമാണ്. ഈ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഈ മുരിങ്ങൂർ, അതോടൊപ്പം പേരാമ്പ്ര, ആമ്പല്ലൂർ, ഈ 3 ഭാഗങ്ങളിൽ എന്തായാലും വലിയ ഗതാഗതക്കുരുക്ക് ഇന്ന് രാവിലെ ഇല്ല എന്ന് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേശീയപാത അതോറിറ്റിയാണ്. ഈ ടോൾ പിരിക്കാൻ കാണിക്കുന്നതിന്റെ 10-1 ഒരു ആത്മാർത്ഥത ഈ റോഡ് നന്നാക്കുന്ന കാര്യത്തിൽ കാണിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. നാഷണൽ ഹൈവേ പണി നടക്കുന്നുണ്ട്, അത് വസ്തുതയാണ്. പക്ഷേ അങ്ങനെ പണി നടക്കുമ്പോൾ അതിനൊരു ബദൽ മാർഗം സർവീസ് റോഡുകൾ നന്നാക്കി ചെയ്തു കൊടുക്കേണ്ടതല്ലേ? അതുപോലും കാണിക്കാതെ ഈ തോന്നിയ രീതിക്ക് ചെയ്തുകൊണ്ടല്ലേ ഇത്തരത്തിലൊരു പ്രതിസന്ധി രൂപപ്പെട്ടത്? അതിന്റെ ഭാഗമായിട്ടല്ലേ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ദേശീയപാത അതോറിറ്റിയെ രൂക്ഷമായി വിമർശിക്കേണ്ടി വന്നത്? തീർച്ചയായും മനു, അതായത് ദേശീയപാത അതോറിറ്റി, പ്രത്യേകിച്ച് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയുടെ കാര്യത്തിൽ സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാകാതെയാണ് ടോൾ പിരിവ് തുടങ്ങിയത്. വർഷങ്ങൾക്ക് മുൻപ് ടോൾ പിരിവ് തുടങ്ങിയത്. ചിലയിടങ്ങളിൽ സർവീസ് റോഡ് എന്ന് പറയുന്നത്, അതായത് കിലോമീറ്ററുകളോളം സർവീസ് റോഡ് തന്നെ ഇല്ലാത്ത അവസ്ഥയുണ്ട്. നന്ദിക്കര തുടങ്ങിയ ആ പ്രദേശങ്ങളിലൊന്നും സർവീസ് റോഡ് പലയിടത്തുമില്ല. ഈ പാലങ്ങൾ ഒഴികെയുള്ള മറ്റു ഭാഗങ്ങളിലെല്ലാം യഥാർത്ഥത്തിൽ സർവീസ് റോഡുകൾ വേണം. പാലങ്ങൾക്ക് സമീപത്ത് ഈ പാലത്തിനടിയിലൂടെയോ അല്ലെങ്കിൽ എലിവേറ്റ് ചെയ്ത് പോകുന്ന ഭാഗത്തോ അപ്രോച്ച് റോഡിനടിയിലോ ഒരു അടിപ്പാത നിർമ്മിച്ച് അതിലൂടെ വാഹനങ്ങൾ കടന്നു പോകാനുള്ള സംവിധാനം വേണം. തിരക്കുള്ള കാരണം ഈ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയെ സംബന്ധിച്ച് 5ഓളം സ്ഥലങ്ങളിൽ വലിയ ഗതാഗതക്കുരുക്കുണ്ടാകുന്ന ജംഗ്ഷനുകളുണ്ടായിരുന്നു. സിഗ്നൽ ജംഗ്ഷനുകളാണ്. ആമ്പല്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശം, മുരിങ്ങൂർ, ആമ്പല്ലൂർ, ഈ പേരാമ്പ്രയൊക്കെ ഭാഗങ്ങളിലൊക്കെ വലിയ തിരക്ക് ഉണ്ടാകാറുള്ള സ്ഥലങ്ങളാണ്. അവിടെയാണ് ഇപ്പോൾ അടിപ്പാത നിർമ്മാണം നടക്കുന്നത്. ഈ 3 അടിപ്പാതകളുടെ നിർമ്മാണം പൂർത്തിയായാൽ 2 അടിപ്പാതകളുടെ നിർമ്മാണം കൂടി ഇനി ആരംഭിക്കാനുണ്ട്. എന്തായാലും കുറേ കാലത്തേക്ക് ഈ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായും മാറില്ല എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം ഇവിടെ 2 സ്ഥലങ്ങളിൽ, ഈ 3 ഇടങ്ങളിൽ നടക്കുന്ന അടിപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ അടിപ്പാത കടന്നു പോകേണ്ട സ്ഥലമുണ്ട്. അതായത് റോഡിൻ്റെ ഇരുവശത്തേക്ക്, പ്രധാന ദേശീയപാതയുടെ ഇരുവശങ്ങളിലുള്ള സർവീസ് റോഡുകളിലൂടെ വാഹനങ്ങൾക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കടന്നു പോകാനുള്ള ഒരു സംവിധാനമാണ് അടിപ്പാതയിലൂടെ ക്രമീകരിക്കുന്നത്. അടിപ്പാത നിർമ്മിക്കുന്ന ഭാഗം, അതിൻ്റെ സൈഡ് വാളും മുകൾ ഭാഗത്തെ കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന് മുകളിലേക്ക് കടന്നു പോകണമെങ്കിൽ 2 വശങ്ങളിലും അപ്രോച്ച് റോഡ് വേണം. തെക്ക് വടക്ക് ഭാഗങ്ങളിൽ അപ്രോച്ച് റോഡ് വേണം. ഈ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം എവിടെയും എത്തിയിട്ടില്ല. അവിടെ നേരത്തെ ദേശീയപാത ഉണ്ടായിരുന്ന ഭാഗത്ത് ആ റോഡ് ടാറിങ് അടർത്തിക്കളഞ്ഞ് മീഡിയൻ പൊളിച്ച് കളഞ്ഞ ശേഷം അവിടെ 2 വശങ്ങളിലായി കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉപയോഗിച്ച് വാൾ നിർമ്മിക്കുകയും സൈഡ് വാൾ നിർമ്മിച്ച് അതിനുള്ളിൽ മണ്ണ് നിറച്ചാണ് ഈ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നത്. അത് തന്നെ അശാസ്ത്രീയമായ നിർമ്മാണമാണ്. യഥാർത്ഥത്തിൽ അവിടെയെല്ലാം എലിവേറ്റഡ് ബ്രിഡ്ജ് പോലെയുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തേണ്ടത്. പക്ഷേ ദേശീയപാത അതോറിറ്റിക്കും കരാറുകാർക്കും ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ സൈഡ് വാൾ നിർമ്മിച്ച് മണ്ണ് ഫില്ല് ചെയ്യുന്ന ഒരു തന്ത്രം ഉപയോഗിക്കുന്നത്. എന്നാൽ പോലും അത് കൃത്യമായ സമയത്ത് നിർമ്മാണം പൂർത്തിയാകാത്തൊരു പ്രശ്നമുണ്ട്. കാരണം നമുക്കറിയാം, നമുക്ക് ആ ദേശീയപാത ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടാകുന്ന ഭാഗത്ത് തന്നെ അറിയാം, അതിന് തൊട്ടടുത്ത് വാഹനങ്ങൾ കടന്നു പോകുന്നതിനുള്ളിൽ 2 വശത്തേക്ക്, അതായത് എറണാകുളം ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നതും തൃശ്ശൂർ ഭാഗത്തേക്ക് കടന്നു പോകുന്ന വാഹനങ്ങൾക്കും ഇടയിലായി ഓരോ വരിയായാണ് ഈ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇതിനിടയിലുള്ള പ്രദേശത്ത് നിർമ്മാണ സാമഗ്രികൾ കൂട്ടിയിരിക്കുന്നു. അവിടെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ അടുക്കിയിട്ടിരിക്കുന്നു. മണ്ണ് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ മണ്ണ് നിരത്തുകയോ മറ്റ് പ്രവർത്തനങ്ങളൊന്നും ഈ മഴ തുടങ്ങിയതിന് ശേഷം ഒന്നും നടന്നിട്ടില്ല ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിർമ്മാണം ഏറെ വൈകുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. കൃത്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താതെയുള്ള നവീകരണ പ്രവർത്തികൾ തന്നെയാണ് വലിയ ബ്ലോക്കിന് കാരണമായത്.